നമസ്കാരം. വെള്ളാപ്പള്ളിയെ രക്ഷിക്കാൻ ശശികല ടീച്ചർ. വെള്ളാപ്പള്ളി പിണറായിയെ RSSന് ഒറ്റുകൊടുത്തു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ കരുതും ഇതെന്താ ഇങ്ങനെ ഒരു വാർത്ത? കാരണം വെള്ളാപ്പള്ളിയെ രക്ഷിക്കാൻ മാത്രം ശശികല ടീച്ചർ ആയോ? എന്നാൽ RSSന് ഒറ്റുകൊടുക്കാൻ മാത്രം, പിണറായിയെ ഒറ്റുകൊടുക്കാൻ മാത്രം വെള്ളാപ്പള്ളി പോന്നു. സത്യം അത് തന്നെയാണ്. സത്യത്തിൽ കേരളത്തിൽ വെള്ളാപ്പള്ളി ആർക്കൊപ്പമാണ് എന്നുള്ളതാണ് ഇപ്പൊ പൊതുസമൂഹം ചിന്തിക്കുന്നത്. അങ്ങനെയാണ്. അല്ലെങ്കിൽ പൊതുസമൂഹം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് പിണറായി വിജയനൊപ്പമാണ്. കാരണം അദ്ദേഹത്തിന്റെ കാറിലൊക്കെ കയറി യാത്ര നടക്കുന്നുണ്ടല്ലോ. കേരളത്തിൽ അദ്ദേഹത്തിനോടൊപ്പം നിന്നുകൊണ്ട് LDFന്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് പിണറായി വിജയനൊപ്പം സഞ്ചരിക്കുന്നു, അദ്ദേഹത്തോടൊപ്പം സംസാരിക്കുന്നു, അദ്ദേഹത്തോടൊപ്പമുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു, LDFന്റെ മഹാന്മാരെല്ലാം പുകഴ്ത്തി പറയുന്നു. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് നടത്തിയിട്ടും ഇടയ്ക്ക് എവിടെയൊക്കെയോ ചില വർഗീയ പരാമർശങ്ങൾ നടത്തുന്നു. കഴിഞ്ഞ ഒരാഴ്ചയിലധികമായിട്ടും വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന വർഗീയ പരാമർശങ്ങൾ LDFന്റെ പിന്തുണയോടെയാണോ? ഒരിക്കലുമല്ല. അതിന് പിന്നിൽ മറ്റൊരു ശക്തി വളരെ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. ആർക്ക് വേണ്ടിയിട്ടാണ് വെള്ളാപ്പള്ളിയുടെ ഈ നാവ് പൊന്തുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. വെള്ളാപ്പള്ളിയുടെ നാവ് പൊന്തുന്നത് BJPക്ക് വേണ്ടിയിട്ടാണ്, RSSന് വേണ്ടിയിട്ടാണ്. അവരുടെ നാവായി മാറുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. അത് പക്ഷെ പൊതുസമൂഹം ചിന്തിക്കണമെങ്കിൽ ഇനിയും കാര്യങ്ങൾ അവർക്കൊപ്പം എത്തേണ്ടിയിരിക്കുന്നു. പക്ഷെ അതിന് ചിന്തിക്കുവാനുള്ള സമയമാണ് ഇതാ വന്നിരിക്കുന്നത്. കേരളത്തിൽ ഭരിക്കുന്ന പാർട്ടിയുടെ ഒപ്പം കൂടി നിന്ന് മറ്റുള്ളവർക്ക് നേരെ വർഗീയ പരാമർശങ്ങൾ അടക്കം നടത്തി അവരെ തേജോവധം ചെയ്ത് LDFനൊപ്പമെന്ന് വരുത്തി തീർത്ത് BJPയുടെ അന്തഃപുരത്തിലെ അന്തേവാസിയും വിദൂഷകനും അരിവെപ്പുകാരനുമായി തീർന്നിരിക്കുകയാണ് ഈ പരമയോഗ്യൻ. എന്നാൽ ഇപ്പോൾ എല്ലാവരും കരുതിയ പോലെ LDFന്റെ കുപ്പായമല്ല ഇദ്ദേഹത്തിന് ചേരുന്നത്. ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ മുഖത്ത് കരിയോയിൽ ഒഴിക്കുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ച മലപ്പുറം മുസ്ലിം ലീഗ് അധ്യക്ഷൻ ഹാരിസ് മുതൂറിനെതിരായിട്ട് ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് KP ശശികല ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ആ ശശികല ടീച്ചറുടെ പോസ്റ്റ് വൈറലായി. വെള്ളാപ്പള്ളി നടേശനെ വർഗീയവാദിയാക്കി ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ വെള്ളാപ്പള്ളി നടേശനെ ചേർത്ത് പിടിക്കുമെന്ന രീതിയിൽ കാര്യങ്ങൾ നീക്കുമെന്ന് ശശികല ടീച്ചർ ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുകയാണ്. ഇത് ബംഗ്ലാദേശും പാകിസ്ഥാനുമല്ല, ഇത് ഭാരതമാണേ എന്നും ശശികല ടീച്ചർ ശക്തമായി അഭിപ്രായപ്പെടുന്നു. വെള്ളാപ്പള്ളി നടേശനെതിരെ നീക്കമുണ്ടായാൽ അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കുവാൻ ഹിന്ദു ഐക്യവേദി ഉണ്ടാകുമെന്നുകൂടി ശശികല ടീച്ചർ അഭിപ്രായപ്പെടുക. അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. മോനെ ഹാരിസേ, കൊള്ളാലോ പൂതി, മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു, അവർ അവഗണിക്കപ്പെടുന്നു എന്നൊക്കെ വെച്ച് കീച്ചുമ്പോൾ തൻ്റെ സൗസറിന്റെ കീസയിൽ കാസില്ലായിരുന്നോടോ കരിയോയിൽ വാങ്ങാനും പുരസ്കാരം കൊടുക്കാനും. കോൺഗ്രസ് കുപ്പായമിട്ട ലീഗരെ, ഇത് പാകിസ്ഥാനല്ല, ബംഗ്ലാദേശ് അല്ല, ഭാരതമാണ്. തനിക്കൊരു ഹിന്ദു നേതാവിന്റെ മുഖത്ത് കരിയോയിൽ ഒഴിക്കുവാനുള്ള ധൈര്യമുണ്ടല്ലേ? എങ്കിൽ അതൊന്ന് കാണട്ടെ. എണ്ണത്തിന്റെ വണ്ണം കണ്ട ഹാലാണെങ്കിൽ മാണ്ട മോനെ മാണ്ടാന്ന് തന്നെ പറയുന്നുള്ളൂ. ഇതാണ് ടീച്ചറിന്റെ പോസ്റ്റ് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്? ഗംഭീരമല്ലേ? കാരണം തനിക്കൊരു ഹിന്ദു നേതാവിന്റെ മുഖത്ത് കരിയോയിൽ ഒഴിക്കാനുള്ള ധൈര്യമുണ്ടല്ലേ? എന്തുകൊണ്ടാണ് ചോദിച്ചത്? ഈ അഭിപ്രായ പ്രകടനം നടത്തിയത് ഒരു മലപ്പുറത്തെ മുസ്ലിം ലീഗ് അധ്യക്ഷനായിട്ടുള്ള ഹാരിസ് മുത്തൂർ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം ഇവിടെ ശശികല ടീച്ചർ ആരോപിച്ചത്. എന്തിനാണ് ഇതിനകത്ത് ഹിന്ദു എന്നും മുസ്ലിം എന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ വർഗീയ പരാമർശങ്ങളിലേക്ക് പോകുന്നത്? ഇതിനെ എല്ലാത്തിനെയും വർഗീയമായിട്ട് കാണാൻ ശ്രമിക്കുന്നത്? ഇത് തന്നെയാണ് പ്രശ്നം. വെള്ളാപ്പള്ളി സംസാരിച്ചത് CPMന്റെ കൂടെ നിന്ന്. വെള്ളാപ്പള്ളിയെ രക്ഷിക്കാനെത്തുന്നത് ഹിന്ദു ഐക്യവേദിയുടെയും RSSന്റെയും BJPയുടെയും നേതാക്കൾ. ഇനിയുമുണ്ട് BJPക്കാരുടെ വരവ് വെള്ളാപ്പള്ളിക്ക് വേണ്ടിയിട്ട്. തീവ്രവാദി പരാമർശത്തിൽ കുടുങ്ങിയ വെള്ളാപ്പള്ളിക്ക് പ്രതിരോധം തീർത്തുകൊണ്ട് BJP എത്തുന്നു. മുസ്ലിം ലീഗിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പിന്നാലെ കണിച്ചുകുളങ്ങരയിൽ ജാവദേക്കറുടെ രഹസ്യ ഓപ്പറേഷൻ ഉണ്ടാകുന്നു. SNDPയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത് BJPയുടെ കേരളത്തിന്റെ ചുമതലയുള്ള നേതാവ് പ്രകാശ് ജാവദേക്കർ. അപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചില്ലേ, ഈ നാവ് വെള്ളാപ്പള്ളിയുടേത് പിണറായിക്ക് വേണ്ടിയല്ല. പിണറായിയെ ഒറ്റിക്കൊടുക്കുന്നവനാണ് വെള്ളാപ്പള്ളി. പിണറായിയെ ഒറ്റിക്കൊടുക്കുന്നതിന് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് വെള്ളാപ്പള്ളി മാറുന്നു. അതുകൊണ്ട് വെള്ളാപ്പള്ളിയുടെ നാവ് എന്ന് പറയപ്പെടുന്നത്, വെള്ളാപ്പള്ളി ചലയ്ക്കുന്നത് BJPക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ BJPയുടെ തിട്ടൂരത്തിന് പ്രകാരമാണ്. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പരാമർശങ്ങൾ രാഷ്ട്രീയ വിവാദമായിട്ട് കത്തി നിൽക്കുന്നതിനിടെയാണ് പ്രകാശ് ജാവദേക്കർ വെള്ളാപ്പള്ളി നടേശനെ കളിച്ചുകുളങ്ങര വീട്ടിലെത്തി കണ്ടത്, സന്ദർശനം നടത്തിയത്. BJP നേതാക്കളും പ്രകാശ് ജാവദേക്കറിനൊപ്പം അവിടെ അദ്ദേഹത്തെ കാണാനെത്തി. വലിയ കൂടിക്കാഴ്ചയായിരുന്നു.
സന്ദീപ് ബജസ്പതി അടക്കമുള്ള BJPയുടെ സംസ്ഥാന ജില്ലാ നേതാക്കളും പ്രകാശ് ജാവദേക്കറിനൊപ്പം ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. മലപ്പുറവുമായിട്ട് ബന്ധപ്പെട്ട മുസ്ലിം ലീഗിനെതിരെ വെള്ളാപ്പള്ളി നിരന്തരം നടത്തുന്ന വർഗീയ പരാമർശങ്ങൾക്കെതിരെ വലിയ വിമർശനം ഉയരുന്നതിനിടെയാണ് വെള്ളാപ്പള്ളിയെ പ്രകാശ് ജാവദേക്കർ സന്ദർശിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആർക്ക് വേണ്ടിയിട്ടാണ് ആ മുസ്ലിം ലീഗിനെതിരായിട്ടുള്ള അത്തരത്തിലുള്ള പരാമർശം, വർഗീയ പരാമർശം നടത്തിയത് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. വെള്ളാപ്പള്ളി ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്? ഇവിടെ CPM-ന് വേണ്ടിയിട്ടാണോ? LDF-ന് വേണ്ടിയിട്ടാണ്? അല്ല. അപ്പോൾ പ്രകാശ് ജാവദേക്കർ സന്ദർശിക്കണമെങ്കിൽ, അതുപോലെ തന്നെ ഹിന്ദു ഐക്യവേദിയുടെ ശശികല ടീച്ചർ കവചമൊരുക്കണമെങ്കിൽ, ഇതിനെല്ലാം പിന്നിൽ ഇവരുടെ ജിഹ്വയായി പ്രവർത്തിക്കുന്നത്, BJPയുടെ നാവായി പ്രവർത്തിക്കുന്നത് വെള്ളാപ്പള്ളിയാണ്. അപ്പോൾ മലപ്പുറവുമായിട്ട് ബന്ധപ്പെട്ടും മുസ്ലിം ലീഗിനെതിരെയും നിരന്തരം നടത്തുന്ന വർഗീയ പരാമർശങ്ങൾ ഏറെ വിവാദമാകുന്നുണ്ട്. വൻതോതിൽ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിലും വെള്ളാപ്പള്ളിക്കെതിരെ വലിയ എതിർപ്പാണ് ഉയരുന്നത്. ഇതിനെതിരെ രാഷ്ട്രീയമായിട്ട് ചെറുത്തുനിൽപ്പ് തീർക്കുവാൻ BJP ജില്ലാ കമ്മിറ്റി തീരുമാനമെടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതിന്റെ ഭാഗമായിട്ട് വെള്ളാപ്പള്ളിയെ BJPയോട് അടുപ്പിക്കുന്നതിന്റെയും ഭാഗമായിട്ടാണ് ദേശീയ നേതാവിന്റെ സന്ദർശനം. ഇത് വിലയിരുത്തപ്പെടുന്നതല്ല, ഇത് തന്നെയാണ് അതിന്റെ ശരി. അപ്പൊ കഴിഞ്ഞ ദിവസം ഈ വെള്ളാപ്പള്ളിയോട് ചോദ്യം ചോദിച്ച ഒരു മാധ്യമ പ്രവർത്തകനെ വാർത്താ സമ്മേളനത്തില് തീവ്രവാദി എന്ന് വിളിച്ച് വെള്ളാപ്പള്ളി നടേശനെ അധിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ശിവഗിരിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടെ ചോദ്യം ഉന്നയിച്ച മാധ്യമപ്രവർത്തകൻ റഷീസിനെതിരെയാണ് അധിക്ഷേപ പരാമർശവുമായിട്ട് രംഗത്തെത്തിയത്. ഈ മാധ്യമപ്രവർത്തകൻ തീവ്രവാദിയാണ് എന്നും ഈരാറ്റുപേട്ടക്കാരനാണ് എന്നും ഇയാൾ മുസ്ലിങ്ങളുടെ വലിയ വക്താവാണെന്നും ഒക്കെയാണെന്ന് വെള്ളാപ്പള്ളി വിളിച്ചു പറഞ്ഞത്. തൊട്ടടുത്ത ദിവസം തീവ്രവാദി പരാമർശത്തിൽ വെള്ളാപ്പള്ളി വിശദീകരണവുമായിട്ട് രംഗത്തെത്തി. തീവ്രമായിട്ട് സംസാരിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് തന്റെ പരാമർശം. താൻ ആരെയും മതതീവ്രവാദി എന്ന് വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രംഗത്തെത്തി. തീവ്രവാദി എന്ന് ഞാൻ ഇനിയും പറയും. അന്ന് വേറെ ചാനലുകൾ കുറെ ഉണ്ടായിരുന്നല്ലോ, അവരൊന്നും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല എന്നും തീവ്രവാദപരമായി സംസാരിച്ചവർ ആരായിരുന്നാലും അവൻ തീവ്രവാദിയാണ് എന്നും മിതമായി സംസാരിച്ചവരാരും അല്ലെങ്കിൽ മിതമായി സംസാരിക്കുന്നവരും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നല്ലോ, അവരാരും അങ്ങനെ സംസാരിച്ചില്ലല്ലോ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വെള്ളാപ്പള്ളി കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. ഒളിഞ്ഞും തെളിഞ്ഞും ചാനലിന് റേറ്റിംഗ് കൂട്ടാൻ ഈഴവ സമുദായത്തെ ഉപയോഗിക്കുന്നത് അസംബന്ധമാണ് എന്ന് വെള്ളാപ്പള്ളി ചാനലുകളെയും മാധ്യമപ്രവർത്തകരെയും തള്ളിക്കൊണ്ട് പറയുന്നുണ്ട്. പക്ഷേ സ്വയം അദ്ദേഹം പറഞ്ഞ കാര്യമാണ് വലിയ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ ചർച്ച ചെയ്യപ്പെടണം. കേരളത്തിൽ ഇപ്പോൾ എന്താണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നൊരു മാറ്റമുണ്ടായി നേരെ ഇത് ചർച്ച ചെയ്യപ്പെടണം. ഈ വർഗീയ വിഷം തുപ്പുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ചർച്ച ചെയ്യപ്പെടണം എന്ന് വളരെ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള വളരെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ അത് കേരളം ചർച്ച ചെയ്യപ്പെട്ടു. വെള്ളാപ്പള്ളിയുമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുപ്പം തുടരുമ്പോഴും വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങളെ ഇതുവരെ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. എന്നാൽ വെള്ളാപ്പള്ളിക്കെതിരെ സാമൂഹിക മാധ്യമങ്ങൾ ഉയരുന്ന വിമർശനങ്ങളെ പ്രതിരോധിക്കുവാൻ BJP ജില്ലാ കമ്മിറ്റി കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ ഒരു തീരുമാനമെടുത്തു. തുഷാർ വെള്ളാപ്പള്ളിയും BDJS-ഉം NDയുടെ ഘടകകക്ഷിയായി നിലനിൽക്കുമ്പോഴും BDJS-ഉമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെള്ളാപ്പള്ളി പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യം പതിവാണ്. എന്നാൽ അപ്പോഴും BJP നേതാക്കളുമായിട്ടും വെള്ളാപ്പള്ളി സൗഹൃദം പുലർത്തി വരികയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വെള്ളാപ്പള്ളിയുടെ കൂടെ കൂടുന്നതിന്റെ അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയെ കൂടെ അവരോടൊപ്പം കൂട്ടുന്നതിന്റെ അല്ലെങ്കിൽ BJPയോടൊപ്പം കൂട്ടുന്നതിന്റെ ഭാഗമായാണോ പ്രകാശ് ജാവദേക്കറിന്റെ സന്ദർശനം എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. കൂടിക്കാഴ്ച സംബന്ധിച്ച് നേതാക്കൾ ആരും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എങ്കിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളിയുടെ ഭാഗം കൂടി കേൾക്കേണ്ടി വരുമെന്നും വെള്ളാപ്പള്ളി ആരോടൊപ്പമാണോ നിൽക്കുന്നത് അവരോടൊപ്പം സഞ്ചരിക്കുവാൻ തയ്യാറാണ് എന്നും BJP മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ വെള്ളാപ്പള്ളിയെ രക്ഷിച്ചെടുക്കുവാൻ ശശികല ടീച്ചർ ഒരു ഭാഗത്ത് വരുന്നു, മറ്റൊരു ഭാഗത്ത് പ്രകാശ് ജാവദേക്കർ എത്തപ്പെടുന്നു. വെള്ളാപ്പള്ളി എന്ന് പറയപ്പെടുന്ന വ്യക്തി പിണറായിയെ കൂടെ നിർത്തി പിണറായിയെ RSSന് ഒറ്റുകൊടുക്കുന്ന വ്യക്തിയായി മാറുന്നു. വെള്ളാപ്പള്ളിയെ രക്ഷിച്ചെടുക്കുവാൻ ശശികല ടീച്ചർ വരുന്നതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയപ്പെടുന്നത് തന്നെ BJPയോടും RSSനോടും ആ തരത്തിലുള്ളൊരു മനോഭാവം പ്രകടമാക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇന്ന് വെള്ളാപ്പള്ളി മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാതെ BJPക്ക് അനുകൂലമായിട്ടുള്ള ഈ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റുകളിൽ വെള്ളാപ്പള്ളിയെ രക്ഷിച്ചെടുക്കുവാൻ ശശികല ടീച്ചർ എന്തുകൊണ്ട് വന്നു എന്ന് മനസ്സിലായല്ലോ. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഇയാളുടെ നാവ് എന്ന് പറയപ്പെടുന്ന BJPക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള നേട്ടമുണ്ടാക്കിയാൽ അവിടെ മകനെ പ്രതിഷ്ഠിക്കുവാനുള്ള സകല തന്ത്രങ്ങളും വെള്ളാപ്പള്ളി നടത്തുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അപ്പോൾ ഇവിടെ വെള്ളാപ്പള്ളി എന്ന് പറയപ്പെടുന്ന പിണറായിയുടെ നാവായി പിണറായിയുടെ കാറിൽ കയറി സഞ്ചരിക്കുന്ന അദ്ദേഹം പിണറായിക്കിട്ട് തന്നെ പണി കൊടുക്കുന്നു എന്നുള്ളതാണ്. RSSന് ഒറ്റുകൊടുക്കുകയാണ് പിണറായി. അതാണ് വെള്ളാപ്പള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളിയെ രക്ഷിച്ചെടുക്കുവാൻ നടത്തുന്ന ശശികല ടീച്ചറുടെ ശ്രമം പോലും ഈ വർഗീയവാദികളെ അല്ലെങ്കിൽ വർഗീയമായിട്ട് സംസാരിക്കുന്നവരെ പ്രൊമോട്ട് ചെയ്യുന്നതാണോ എന്ന് ചിന്തിക്കേണ്ടി വരുന്നു. അതാണ് പൊതുസമൂഹം ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് വെള്ളാപ്പള്ളിയെ രക്ഷിച്ചെടുക്കുവാൻ ശശികല ടീച്ചറും BJPയും ഹിന്ദു ഐക്യവേദിയും ഒക്കെ തയ്യാറാകുന്നത് എന്ന്.